പാലക്കാട് നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുടെ ഭാഗമായി ട്രയൽ റൺ പൂർത്തിയായി. SPG, കേരള പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ട്രയൽ റൺ. മേഴ്സി കോളേജ് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് ട്രയൽ റൺ നടത്തിയത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായിട്ട്. അരുൺ, വീണ്ടും പ്രധാന സേവകൻ കേരളത്തിലെത്തുകയാണ്. പാലക്കാട് പടുകൂറ്റൻ റോഡ് ഷോയുമുണ്ട്. എന്തൊക്കെയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ എത്തും. പാലക്കാട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് റോഡ് ഷോയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയത്. അതിന് വേണ്ടിയിട്ടുള്ള ട്രയൽ റണ്ണൊക്കെ തന്നെ പൂർത്തിയായി. SPGയും പോലീസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ട്രയൽ റണ്ണുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 2024 പിറന്നതിന് ശേഷം ഇത് 5ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. കേരളത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ വരവ്. 400-ലധികം സീറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന് അദ്ദേഹം ഇന്നലെ ആന്ധ്രാപ്രദേശ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു മോദിയുടെ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി ഏറ്റെടുക്കുവാൻ വേണ്ടി കേരളത്തിലെ ജനതയും തയ്യാറായി കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് 2 അക്കം MPമാർ പാർലമെൻറ്റിലേക്ക് അയക്കും എന്ന് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നടക്കുന്നത്. ശക്തമായ പ്രചരണം തന്നെയാണ് പാലക്കാട് മറ്റ് ജില്ലകളിലടക്കം ഇന്ത്യയുടെ നേതൃത്വത്തിൽ, പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രചാരണമൊക്കെ തന്നെ നടക്കുന്നത്. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ എത്താൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിലെത്തിയത്. വലിയൊരു ആവേശ തിരയിളക്കം തന്നെയാണ് നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടത്. ജനങ്ങളൊന്നടങ്കം പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി 1,00,000-ലധികം പേരാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ, പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിലുമപ്പുറം ജനങ്ങളെ നാളെ പാലക്കാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ പാർട്ടി ഭേദം അന്യയാണ്. ഒഴുകിയെത്തും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണുന്നതിന് വേണ്ടിയിട്ട്. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വലിയ സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ള. ട്രയൽ റണ്ണൊക്കെ തന്നെ നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നാളെ പാലക്കാട് എത്തുന്നുണ്ട്. റോഡ് ഷോ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വലിയ ആവേശം തന്നെയാണ് കേരളത്തിൽ. പ്രധാനമന്ത്രി വീണ്ടും എത്തുന്നു. 5ാം തവണയാണ് ഈ വർഷം പിറന്നതിന് ശേഷം അദ്ദേഹം എത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം പത്തനംതിട്ടയിലെത്തി. അതിന് ശേഷം ഇപ്പോൾ പാലക്കാട് വരുന്നുണ്ട്. അതിന് ശേഷം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പാലക്കാട് എത്തുന്നത്. വലിയൊരു റോഡ് ഷോ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയല്ലേ അവിടെ പൂർത്തിയാവുന്നത്? തീർച്ചയായും രജനി, വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് രാജ്യത്തിൻ്റെ പ്രധാന സേവകനെ വരവേൽക്കാൻ വേണ്ടി പാലക്കാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ കൃത്യം 10 മണിയോടുകൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടേക്ക് എത്തുക. അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പാലക്കാട്ടേക്ക് എത്തുക. പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുക. 10 മണിയോടുകൂടെ ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും റോഡ് മാർഗം 5 വിളക്ക് ഭാഗത്തേക്ക് എത്തും. ആ 5 വിളക്ക് ഭാഗത്ത് നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുക. റോഡ് ഷോയോടനുബന്ധിച്ച് എല്ലാവിധ ഒരുക്കങ്ങളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ട്രയൽ റൺ ഉൾപ്പെടെ പോലീസ് നടത്തുകയുണ്ടായി. കൃത്യം 10 മണിക്ക് 10:30 തന്നെ 5 വിളക്ക് ഭാഗത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കാണുന്ന കോട്ട് റോഡിലൂടെ കടന്നു വന്നതിന് ശേഷം അദ്ദേഹം ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉള്ളത്. ഈ 1 കിലോമീറ്ററോളം ദൂരമാണ് 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള ദൂരം. ഈ ദൂരത്തിൽ റോഡിൻ്റെ ഇരുവശത്തും പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയെ നേരിൽ കാണുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശത്തും ബാരിക്കേഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ പരിശോധനയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 2000-ലേറെ പോലീസുകാരെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം DIG അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുരക്ഷാ പരിശോധന നിരവധി തവണ നോക്കിക്കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെയും ഒക്കെയായി നിരവധി തവണ ഇതിനോടകം തന്നെ സുരക്ഷാ പരിശോധന വിലയിരുത്തി കഴിഞ്ഞു. ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്ന വഴിയിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്തിട്ടുണ്ടോ, ഒപ്പം തന്നെ ഈ ഗ്യാസ് സിലിണ്ടറുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന കടകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ചില ബിൽഡിങ്ങുകൾ, ആ ബിൽഡിങ്ങുകളിൽ അനധികൃതമായി ആരെങ്കിലും കയറി കൂടിയിട്ടുണ്ടോ, ആരും ഇന്നു മുതൽ ആരെയും മുകളിലേക്കൊന്നും കടത്തിവിടുകയോ ഒന്നും ചെയ്യരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിലുള്ള ആളുകളോടും ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അവരെ ഒന്നും വീട്ടിലേക്ക് കടത്തിവിടരുത്, അല്ലെങ്കിൽ കയറാൻ സമ്മതിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ
പോലീസ് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോഴേതായാലും സുരക്ഷാ പരിശോധന ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് അതിൻ്റെ ട്രയൽ റൺ ഉൾപ്പെടെ നടത്തി 10:30 മുതൽ 11:30 വരെയുള്ള സമയത്ത് 1 മണിക്കൂർ നേരമാണ് ട്രയൽ റൺ നടത്തിയത്. നാളെയും അതേ സമയത്ത് തന്നെയായിരിക്കും പ്രധാനമന്ത്രി റോഡ് ഷോ നയിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 10 മുതൽ 11:30 വരെ 1 മണിക്കൂറായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാവുക. ചിലപ്പോൾ സമയം കുറച്ചങ്ങ് നീളാനുള്ള സാധ്യതയുമുണ്ട്. കാരണം കുറഞ്ഞ ദൂരമായതുകൊണ്ട് തന്നെയും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം പലപ്പോഴും ഈ റോഡ് ഷോയൊക്കെ നയിക്കുമ്പോൾ സമയത്ത് അദ്ദേഹം ചിലപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ റോഡ് ഷോ ആ ഒരു സമയം പിന്നെയും കുറച്ച് നീളാനുള്ള സാധ്യതയുണ്ട്. നിലവിലേതായാലും പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പാലക്കാട് നഗരത്തിലേക്ക് എത്തുന്ന എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടുത്ത് തന്നെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അവർക്ക് വളരെ അടുത്ത് നിന്ന് ഒരു പിടി പുഷ്പങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലെ ചൊരിയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൈ കാണിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള തരത്തിലുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള വാഹനം ഉൾപ്പെടെ തുറന്ന വാഹനം ഉൾപ്പെടെ ഇതിനോടകം തന്നെ പാലക്കാട് നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും BJP ക്യാമ്പുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി എത്തുന്നു. അത് പാലക്കാട്ടേക്ക് തന്നെ എത്തുമ്പോൾ വലിയ ആവേശം തന്നെയാണ് ഉള്ളത്. അതിന് പ്രധാന കാരണം എന്നുള്ളത് നമുക്കറിയാം, ഭാരതമെമ്പാടും മോദി തരംഗം അലയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും അത്തരത്തിൽ അവർ പോലും കരുതുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈ 3ാം മോദി സർക്കാർ വരുമ്പോൾ അത് 400-ലേറെ സീറ്റ് നേടി അധികാരത്തിൽ എത്തുക എന്നുള്ളതാണ് BJPയുടെ NDAയുടെ ലക്ഷ്യം എന്നുള്ളത്. ആ 400-ലേറെ സീറ്റ് നേടണമെങ്കിൽ അതിൽ പരമാവധി സീറ്റുകൾ സൗത്ത് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നേടേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് പാലക്കാട് നിന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് നിന്നും ഒക്കെ കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് വികസിത കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് BJP തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിലേതായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായൊരു പൊതു പരിപാടിയിലേക്ക് എത്തുന്നു. അത് പാലക്കാടാവുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കാരണം പാലക്കാട് എന്നും BJPയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ വളക്കൂറുള്ള ഒന്നാണ്. കേരളത്തിൽ ആദ്യമായി BJP ഒരു നഗരസഭാ ഭരണം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലക്കാടാണ്. അവിടെ ഇപ്പോൾ തുടർച്ചയായി 2ാം തവണയും അധികാരത്തിലേറുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലേറെ വോട്ടുകൾ BJP പാലക്കാട് നേടിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോഴും 3 ലക്ഷത്തിനടുത്ത് വോട്ടാണ് ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം BJP നേടിയിട്ടുള്ളത്. ഒപ്പം പാലക്കാടും മലമ്പുഴയൊക്കെ ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തായി വിജയം എന്നുള്ളത് 1000-2000 വോട്ടുകൾക്കൊക്കെയാണ് പാലക്കാട് നഗരത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ BJPക്ക് തന്നെയാണ് അരുണ്. പാലക്കാട് എന്ന് പറയുന്ന ഒരു A-ക്ലാസ് മണ്ഡലമാണ്. അതിലേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഒരു മാറ്റം കേരളത്തിൽ വേണം, അത് അനിവാര്യമാണ്. ആ മാറ്റത്തിനൊപ്പം നിൽക്കുക തന്നെയാണ് ഇപ്പോൾ കേരള ജനതയും ചെയ്യുന്നത്. ആ ഒരു രീതി അല്ലെങ്കിൽ ആ മാറ്റത്തിനൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ പ്രധാനമന്ത്രി വന്ന സദസ്സുകളിലൊക്കെ തന്നെ കണ്ട ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, 400 സീറ്റ് അതിലേക്ക് തന്നെ ജൂൺ 4 എത്തും, 400 കടക്കും എന്ന് പറഞ്ഞു. ഒപ്പം പറയുന്നുണ്ട് ഇതിനുശേഷം 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കൂടുതൽ പ്രഖ്യാപനങ്ങളുണ്ടാവും. ആ പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ ലഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയല്ലേ ഇപ്പോഴേ തന്നെ നടക്കുന്നതും. തീർച്ചയായും രജനി, നമുക്ക് ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളും മറ്റുമൊക്കെ അവരുടെ സ്ട്രാറ്റജിയൊക്കെ വിലയിരുത്തുന്ന സമയത്ത് വളരെ വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിലും അതല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഗുജറാത്തും അതുപോലെ തന്നെ രാജസ്ഥാനും ഉൾപ്പെടെ ഉള്ള മേഖലകളിലാണെങ്കിലും മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള മേഖലകളിലാണെങ്കിലും ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പരമാവധി സീറ്റുകൾ അവർക്ക് നേടാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ മുൻപൊക്കെ ഒരു സീറ്റിൻ്റെ കുറവുണ്ടാവാറുള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. പക്ഷേ ആ ഒരു കാലം മാറി എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യയിലും മോദി പ്രഭാവം വലിയ രീതിയിലുണ്ട് എന്നുള്ളത് BJPക്ക് കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് സൗത്ത് ഇന്ത്യൻ ഒരു പ്ലാൻ തന്നെ BJP തയ്യാറാക്കിയിരിക്കുന്നത്. ആ പ്ലാനിൽ അവർ കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയിലും അതിനുവേണ്ടി വലിയ രീതിയിൽ പണിയെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഖ്യങ്ങൾ ഉൾപ്പെടെ ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടെ BJP പുതിയ സഖ്യം രൂപീകരിച്ചു. അത് NDAയുടെ പുതിയ സഖ്യം അത് വലിയ രീതിയിൽ വിജയിച്ചു. ഇനി അവിടുത്തെ തെരഞ്ഞെടുപ്പിന് ആ രീതിയിൽ ഒരു സഖ്യം NDA സഖ്യമായി രൂപീകരിച്ചുകൊണ്ട് അവിടെ നേരിടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ തെലങ്കാനയിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് നമുക്കറിയാം ഈ
കർണാടകത്തിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ BJPക്ക് സ്വാധീനം ഉറപ്പിക്കാനും അവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടാൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ എല്ലാം ഹൃദയഭൂമി എന്നുള്ളത് നമുക്കറിയാം തമിഴ്നാടാണ്. എപ്പോൾ പോയാൽ നമുക്ക് കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ കർണാടകയിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും ഒക്കെ തമിഴ് അറിയുന്ന ആളുകൾ ധാരാളമുണ്ട്. തമിഴ് എപ്പോഴും ഈ തമിഴ്നാടുമായി ഒരു ബന്ധം ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യ പിടിക്കണമെങ്കിൽ ആദ്യം തമിഴ്നാട് പിടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് സൗത്ത് ഇന്ത്യയിൽ ആകെ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് BJPയുടെ വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിൽ തമിഴ്നാട് ഇന്നിപ്പോൾ കോയമ്പത്തൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. കഴിഞ്ഞ കുറേയേറെ മാസങ്ങൾക്കിടെ നാലാമത്തെ തവണയാണ്, കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാലാമത്തെ തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതൊരു പ്രത്യേകതയുണ്ട്. അതും ഈ പാലക്കാട് നിന്ന് നമുക്കറിയാം. ഇപ്പം ഞാൻ നിൽക്കുന്ന പാലക്കാട് നിന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറത്താണ് പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കുന്ന റോഡ് ഷോ ഉള്ളത്. അവിടെ ഈ റോഡ് ഷോയ്ക്ക് DMK സർക്കാരൊക്കെ അനുമതി നിഷേധിക്കുന്നത് ഉൾപ്പെടെ സാഹചര്യം ഉണ്ടായെങ്കിലും പിന്നീട് കോടതിയെ സമീപിച്ചതോടുകൂടെ തന്നെ അനുമതി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ തമിഴ് ഹൃദയഭൂമിയിൽ വലിയ വികാരം സൃഷ്ടിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലേക്കും പ്രധാനമന്ത്രി സമാന രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതിന്റെ ഒരു ഭാഗമാണ് വീണ്ടും പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തുന്നതും ഈ റോഡ് ഷോ നയിക്കുന്നതും. ഏതായാലും ആ റോഡ് ഷോയിലൂടെയും മറ്റുമൊക്കെ ഇത്തവണ കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് തന്നെയാണ്. കൃത്യമായി വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും ഒക്കെ എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതിയെങ്കിലും ലഭിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്ന റോഡിന്റെ ഇരുവശവും നടപ്പാത ഉൾപ്പെടെ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതിയിൽ നിന്നാണ്. ഒപ്പം തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാലക്കാട് ജനതയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരത്തിൽ ഏറ്റവും അധികം ഈ അമൃത് പദ്ധതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട്. അങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ എടുത്തു കാണിക്കാൻ ഒരുപാട് പദ്ധതികളുണ്ട്. ഇതിപ്പോൾ ഭാരത് അരി ഉൾപ്പെടെ വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലൂടെ ഉൾപ്പെടെ ഭാരത് അരി വിതരണം ചെയ്യുന്നു. വിവിധ കേന്ദ്ര പദ്ധതികൾ, അത് സുകന്യ സമൃദ്ധി യോജനയാണെങ്കിലും അല്ലെങ്കിൽ ഉജ്ജൽ യോജന, ഗ്യാസ് കണക്ഷൻ ആണെങ്കിലും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആണെങ്കിലും അതല്ലെങ്കിൽ ദേശീയപാതയുടെ വികസനം, കുതിരാൻ തുരങ്കം ഉൾപ്പെടെയുള്ള ദേശീയപാതയുടെ വികസനമാണെങ്കിലും ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറി കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടപ്പിലാക്കിയ വികസനം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് മുൻപിൽ കൃത്യമായി തന്നെ തുറന്നു കാണിക്കാൻ കഴിയുന്നു BJPക്ക് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഏതെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ വിജയിച്ചാൽ പോലും അവർക്ക് ലോക്സഭയിൽ പോയി ചെയ്യാൻ ഒന്നുമില്ല. അവർ പ്രതിപക്ഷം നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വെറുതെ പോയിരിക്കുക അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതേസമയം BJPയുടെ ഒരു പ്രതിനിധി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിൽ ഒരു മന്ത്രി ഉൾപ്പെടെയുള്ള പൊസിഷനിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് ജനങ്ങൾക്ക് മുൻപിൽ കൃത്യമായി തന്നെ BJP അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കൂടി നാളെ നടക്കുന്നതോടുകൂടെ തന്നെ കേരളത്തിലെ, പാലക്കാട്ടിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ NDA ക്യാമ്പുകളിൽ അത് വലിയ ആവേശം സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. നാളെ പാലക്കാട് പടുകൂറ്റൻ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ റണ്ണൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളാണ് അരുണാലത്തൂർ നൽകിക്കൊണ്ടിരുന്നത്.